ഇന്ന് നമ്മൾ യാണൊക്കെ വെച്ച് റെഡിയാവുന്നത് വേറെയൊന്നിനുമല്ല, റീസെൻ്റ് ആയിട്ട് വന്ന വീഡിയോസിൽ റിപ്പീറ്റഡ്ലി വന്നൊരു കമൻ്റായിരുന്നു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കുമോ ചേച്ചിന്ന്. എന്തായാലും അതിന് മടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചാടിക്കേറി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്ത് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം നോക്കാം. ഇത് സിമ്പിളാണെന്ന് ഞാൻ പറയാൻ കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു സ്ക്വയർ ചെയ്തെടുക്കുന്ന ആ സെയിം പാറ്റേൺ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ എത്ര റൗണ്ട് എടുത്താലും ചെയ്തു വരുന്നത്. സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂടും എന്നതല്ലാതെ പാറ്റേണിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ ഗ്രാനി സ്ക്വയറിൻ്റെ ലോങ് ട്യൂട്ടോറിയൽ വീഡിയോ നാളെ തന്നെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വേറെ ഒന്നുമില്ല, നമ്മളൊരു 4 ചെയിൻ എടുക്കുക. ഈ 4 ചെയിനിലെ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു റിങ് പോലെ കിട്ടും. ഇനി 5 ചെയിൻ ചെയ്തതിന് ശേഷം ആ റിങ്ങിനുള്ളിലേക്ക് 3 DC ചെയ്യുക. ദെൻ എഗെയിൻ 2 ചെയിൻ. ഇപ്പം നമുക്കൊരു കോർണറിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. ഈ സെയിം പാറ്റേൺ 3 DC 2 ചെയിൻ 3 വട്ടം അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. അറ്റ് ലാസ്റ്റ് നമുക്ക് പാറ്റേണിലൊരു ചെറിയ വ്യത്യാസം വരും. വേറെ എവിടെയല്ല, നമ്മുടെ ആ സ്ക്വയർ നമ്മൾ ഫിനിഷ് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് മാത്രം ഒരു വ്യത്യാസമുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ 3 DC അല്ല ചെയ്യുന്നത്, 2 DC ചെയ്തിട്ട് ഒരു DCക്ക് പകരം നമ്മൾ നേരെ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ചെയിൻ 5 ഇല്ലേ, അതവിടെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചുമായിട്ട് ആ 5 ചെയിൻസിലെ 3rd ചെയിനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് സ്ക്വയറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഇനി എല്ലാ റൗണ്ടിലും ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ വലിപ്പം കൂടി വരുന്നത് കൊണ്ട് തന്നെ സ്റ്റിച്ചിൻ്റെ എണ്ണം ഒന്ന് കൂടും. അതേ ഉള്ളൂ വ്യത്യാസം. ഇതിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോർണേഴ്സ് വരുമ്പം 3 DC ചെയിൻ 3 DC സെയിം സ്റ്റിച്ച് എന്ന് വരുന്നിടത്ത് നടുക്ക് വരുമ്പോൾ മാത്രം 3 DC 1 ചെയിൻ 3 DC എന്നാകും. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അതിന് പറ്റിയ ഷെയ്ഡ് യാണൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓൾമോസ്റ്റ് യാണൊക്കെ തീരാറായിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ഫൈനലി സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വിജയം. ആരുടെ? നമ്മൾ ക്രോഷ്യ ചെയ്യുന്നവരുടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയും പഠിക്കുന്നവരുടെയും വിജയം. നമ്മൾ യാൺസ് അത്യാവശ്യം നല്ല വിലക്കുറവിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോർ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്കട്ടെ. വിലക്കുറവാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്താൽ മതിയല്ലോ. എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്രാനി സ്ക്വയർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കണ്ട. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.